വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും പുതിയ നിയമനങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തൊരു ക്ലാസ്സാണ്. ശനിയാഴ്ച നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാമിന് ആവശ്യമായ ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കരസേനാ മേധാവി ഈയിടയ്ക്ക് മാറിയിട്ടുണ്ട്. കരസേനാ മേധാവി ആരാണ്? ധീരജ് സേത്താണ്. ധീരജ് സേത്താണ് കരസേനാ മേധാവി. നാവികസേനാ മേധാവിയാണ് കൃഷ്ണ സ്വാമിനാഥൻ. കൃഷ്ണ സ്വാമിനാഥനാണ് നാവികസേനാ മേധാവി. വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. വ്യോമസേന അമർപ്രീത് സിംഗ്. സംയുക്ത സൈനിക മേധാവി NS രാജസുബ്രഹ്മണി. സംയുക്ത സൈനിക മേധാവി NS രാജസുബ്രഹ്മണി. അപ്പോൾ അതൊന്നുകൂടെ മനസ്സിൽ തറപ്പിച്ചു പോവാം. കരസേനാ മേധാവി ധീരജ് സേത്ത്, നാവികസേനാ മേധാവി കൃഷ്ണ സ്വാമിനാഥൻ, അതുപോലെ വ്യോമസേന അമർപ്രീത് സിംഗ് ആണ്. സംയുക്ത സൈനിക മേധാവി NS രാജസുബ്രഹ്മണി. VSSC ചെയർമാനാണ് UP രാജീവ്. ISRO നമുക്കറിയാം V നാരായണൻ. DRDO ചെയർമാനാണ് രാജേഷ് കുമാർ സിംഗ്. അപ്പോൾ UP രാജീവ് VSSC ആണ്. ISRO V നാരായണനാണ്. DRDO രാജേഷ് കുമാർ സിംഗ് ആണ്. പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സണാണ് സാധ്വി നിരഞ്ജൻ ജ്യോതി. പിന്നാക്ക കമ്മീഷൻ ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. 51ാമത് ചീഫ് സെക്രട്ടറി ആണ് ബിശ്വനാഥ് സിൻഹ. 51ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വനാഥ് സിൻഹയാണ്. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ശേഷാദ്രിനാഥൻ. ഇത് റീസെൻ്റ് ആയിട്ട് മാറിയതാണ്. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശേഷാദ്രിനാഥൻ. ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് A കൗശികൻ. ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് A കൗശികൻ. വിഴിഞ്ഞം തുറമുഖം MD ആണ് ജെറോമിക് ജോർജ് IAS. നേരത്തെ ആരായിരുന്നു? ദിവ്യ S അയ്യർ ആയിരുന്നു. ഇപ്പോൾ ജെറോമിക് ജോർജ് IAS ആണ്. CEO ആരാണ്? ശ്രീകുമാർ K നായരാണ്. വിഴിഞ്ഞം തുറമുഖം CEO ആണ് ശ്രീകുമാർ K നായർ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് സാധ്വി നിരഞ്ജൻ ജ്യോതി. 51ാമത് ചീഫ് സെക്രട്ടറി ആണ് ബിശ്വനാഥ് സിൻഹ. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ശേഷാദ്രിനാഥൻ. ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് A കൗശികൻ. വിഴിഞ്ഞം തുറമുഖം MD ആണ് ജെറോമിക് ജോർജ് IAS. CEO ശ്രീകുമാർ K നായരാണ്. റബ്ബർ ബോർഡ് അധ്യക്ഷനാരാണ്? N ഹരി. റബ്ബർ ബോർഡ് അധ്യക്ഷനാണ് N ഹരി. കേരള നിയമസഭ പ്രോട്ടം സ്പീക്കർ G സുധാകരൻ. കേരള നിയമസഭാ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. പ്രോട്ടം സ്പീക്കറാണ് G സുധാകരൻ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ. അഡ്വക്കേറ്റ് ജനറലാണ് ജാജു ബാബു. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജാജു ബാബു. ചീഫ് വിപ്പാണ് അബു ജോൺ ജോസഫ്. ആരാണ്? അബു ജോൺ ജോസഫ് ആണ് ചീഫ് വിപ്പ്. ക്യാബിനറ്റ് സെക്രട്ടറി ആണ് TV സോമനാഥൻ. വയോജന കമ്മീഷൻ ചെയർമാനാണ് K സോമപ്രസാദ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. റബ്ബർ ബോർഡ് അധ്യക്ഷൻ N ഹരി. കേരള നിയമസഭ പ്രോട്ടം സ്പീക്കർ G സുധാകരൻ. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു. ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആണ്. ക്യാബിനറ്റ് സെക്രട്ടറിയാണ് TV സോമനാഥൻ. വയോജന കമ്മീഷൻ ചെയർമാനാണ് K സോമപ്രസാദ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനാണ് VK രാമചന്ദ്രൻ. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രൻ. കേരള ബാങ്ക് പ്രസിഡന്റ് മോഹനനാണ്. P മോഹനനാണ് കേരള ബാങ്ക് പ്രസിഡന്റ്. കേരള ബാങ്ക് CEO ആണ് ജോർട്ടി M ചാക്കോ. ജോർട്ടി M ചാക്കോ. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് നിധി തിവാരി. നിധി തിവാരി ആരാണ്? പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. ബഹിരാകാശ അംബാസഡർ ആണ് ശുഭാംശു ശുക്ല. ബഹിരാകാശ അംബാസഡർ ആരാണ് എന്ന് ചോദിച്ചാൽ ശുഭാംശു ശുക്ലയാണ്. നീതി ആയോഗ് ചെയർമാനാണ് അശോക് കുമാർ ലാഹിരി. നീതി ആയോഗ് CEO ആരാണ്? നിധി ചിബ്ബറാണ്. നിധി ചിബ്ബർ. അപ്പോൾ നിധി തിവാരി ആരാണ്? പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. കേരള ബാങ്ക് പ്രസിഡന്റ് മോഹനൻ. CEO ജോർട്ടി M ചാക്കോ. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിധി തിവാരി. ബഹിരാകാശ അംബാസിഡർ ശുഭാംശു ശുക്ല. നീതി ആയോഗ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. നീതി ആയോഗ് CEO നിധി ചിബ്ബർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുതിയ നിയമനങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരും കണ്ടുപഠിക്കുക, എഴുതി പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്